പോലീസിനെ കൂടി സഹായിക്കുന്ന അതിനിർണായകമായ വെളിപ്പെടുത്തലുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏലിയാമ്മ എന്ന ഒരു സ്ത്രീ കൂടി സെബാസ്റ്റ്യന്റെ ഇരയായി എന്ന സംശയം ബലപ്പെടുകയാണ്. ഏലിയാമ്മയെ കാണാതാകുന്ന സമയത്ത് സെബാസ്റ്റ്യന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഏലിയാമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഏലിയാമ്മയുടെ മകൻ, ഏലിയാമ്മയുടെ അയൽവാസി, അതേപോലെ തന്നെ ഏലിയാമ്മയുടെ സുഹൃത്തായ മേരി എന്നിവരാണ്. കൂത്താട്ടുകുളം കാരമലയിൽ നിന്നാണ് ശരണ്യ സ്നേഹജൻ ഈ റിപ്പോർട്ട്, ഈ വെളിപ്പെടുത്തലുകൾ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ള അതിനിർണായക കാര്യം കൂടിയുണ്ട്. പോലീസ് അന്വേഷണത്തിന് ഇത് സഹായകരമാകും. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അങ്ങനെ ചേർത്തല തിരോധാന കേസിൽ നിന്ന് ഈ കേസ് വികസിച്ച് ഇപ്പോൾ 3 ജില്ലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ 3 സ്ത്രീകൾ, കോട്ടയം ജില്ലയിൽ 1 സ്ത്രീ, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരാളെ കാണാതായ വിഷയത്തിലും സെബാസ്റ്റ്യന്റെ പങ്കാളിത്തം സംശയിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ബിന്ദു പത്മനാഭനിൽ തുടങ്ങി ഐഷ, അതിനുശേഷം ബിന്ദു എന്ന സിന്ധു, ജൈനമ്മ, ഇപ്പോൾ ഏലിയാമ്മയും ഈ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണല്ലോ. ഇതിലെല്ലായിടത്തും സെബാസ്റ്റ്യന്റെ പങ്കാളിത്തവും സംശയിക്കുന്നു. ഇക്കാര്യത്തിൽ ഈ ഏലിയാമ്മയുടെ തിരോധാനത്തിൽ ഇപ്പോൾ കൃത്യമായ തെളിവുകളിലേക്കല്ലേ പോലീസ് പോകുന്നത്? നിലവിൽ സെബാസ്റ്റ്യൻ ജയിലിലാണ്. സെബാസ്റ്റ്യനെ ഈ കേസിൽ, ഇപ്പോൾ ഈ ഏലിയാമ്മയെ കാണാതായ കേസിൽ കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ടോ? എന്താണ് അതിലെ നിയമവഴികൾ പോലീസ് തേടുന്നത്? മഞ്ജുഷ, നമുക്കറിയാം കഴിഞ്ഞ ജൂലൈയിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന കേസിൽ നമ്മളുടെ മുന്നിലേക്ക് ആ കേസ് വരുമ്പോൾ 2 സ്ത്രീകളുടെ തിരോധാനമാണ് ഇയാളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അത് കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ. ഈ ജൈനമ്മയുടെ കേസിൽ ഇപ്പോൾ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ, ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യന്റെ കേസിൽ നിന്ന് കണക്കുകൂട്ടുന്ന ജൈനമ്മയുടെ കേസാണ്. ആ കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ബ്ലഡ് സ്റ്റെയിൻസിലൊക്കെ തന്നെ ഈ ജൈനമ്മയുടെ DNA സാമ്പിൾസ്, ബന്ധുക്കൾ DNA സാമ്പിൾസ് മാച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അയാൾ കസ്റ്റഡിയിലാണ്, ഇപ്പോൾ റിമാൻഡിലുമാണ്. നിലവിൽ ഒരു പുതിയ കേസ് കൂടി, അതായത് ഇയാൾ അത്തരത്തിലൊരു മാനസിക നില ഉള്ള ആളാണെന്നും കൂടുതൽ ഇടങ്ങളിലേക്ക് ഇയാളുടെ ഒരു ക്രിമിനൽ കാര്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചന നൽകുന്ന പുതിയ വിവരങ്ങളാണ്, ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് നമ്മളുടെ മുന്നിൽ ചേർത്തലയും കോട്ടയവും അടക്കമുള്ള ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായിരുന്നു കേസെങ്കിൽ അങ്ങനെയല്ല, അതിനോട് ചേർന്നുള്ള പ്രാന്തപ്രദേശങ്ങളിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലകളിലേക്കും സെബാസ്റ്റ്യൻ എത്തിയിരുന്നു എന്നുള്ളതിന്റെ നിർണായകമായ വിവരമാണ്. നമുക്ക് ഈ വിവരം ലഭ്യമാകുന്നത് കൂത്താട്ടുകുളത്ത് ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, അത്തരത്തിലൊരു മിസ്സിംഗ് കേസ് കൂടി റീഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ആദ്യം ലഭ്യമാകുന്നത്. നമുക്കറിയാം, ബിന്ദു പത്മനാഭൻ 2017 ബിന്ദുവിന്റെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 2006 ബിന്ദു മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 2013 വരുമ്പോൾ അവിടെ ഐഷ വരുന്നു. ഐഷയുടെ കേസും സിന്ധു എന്ന സ്ത്രീയുടെ കേസും, ഒപ്പം തന്നെ ഈ 2 കേസുകളും പിന്നീട് നമ്മളുടെയൊക്കെ വാർത്തയെ തുടർന്നാണ് റീഓപ്പൺ ചെയ്തത്. അങ്ങനെ 4 കേസുകളായിരുന്നു നിലവിൽ പോലീസ് രണ്ടാമത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് റീഓപ്പൺ ചെയ്ത് അന്വേഷിച്ചതെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. 5ാമത്തെ ഒരു കേസ് കൂടി റീഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2018 ജൂലൈ 4 രജിസ്റ്റർ ചെയ്ത കേസാണ് ഇപ്പോൾ അൺഡിക്റ്റഡ് എന്ന് എഴുതി തള്ളിയ കേസാണ് ഇപ്പോൾ വീണ്ടും പോലീസ് റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആദ്യം കൂത്താട്ടുകുളം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് ആലുവ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. പിന്നെ അവർക്ക് കണ്ടെത്താൻ, ഈ സ്ത്രീ ഏലിയാമ്മ എന്ന 65-കാരിയെ കണ്ടെത്താനായി പിന്നീട് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കടക്കം ചില വിവരങ്ങൾ, SP മോഹനചന്ദ്രൻ അടക്കം ചില വിവരങ്ങൾ ലഭ്യമാകുന്നു. അങ്ങനെ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം കൂത്താട്ടുകുളം പോലീസിനെ കണക്ട് ചെയ്യുന്നു, ആലുവ ക്രൈംബ്രാഞ്ചിനെ കണക്ട് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2ാമത് മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള 8 വർഷത്തിന് ശേഷം വീണ്ടും ഈ സെബാസ്റ്റ്യന്റെ കേസ് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇവരുടെയൊക്കെ ബന്ധുക്കളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി. അതിൽ നിർണായകമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കൂത്താട്ടുകുളം പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, സമാന സാഹചര്യത്തിലുള്ള സ്ത്രീയാണ് ഇവിടെയും മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇവരെ ഏലിയാമ്മ എന്ന് പറഞ്ഞ സ്ത്രീ കാരമല, അതായത് നമുക്ക് അറിയാം കൂത്താട്ടുകുളത്തുനിന്നും 4 കിലോമീറ്ററോളം നമ്മൾ പോകണം ഈ കാരമല എന്ന സ്ഥലത്തേക്ക്. കാരമല കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിലാണ് ഇവര് ജോലി ചെയ്തിരുന്നത്. ഇവര് ഈ ഏലിയാമ്മ എന്ന സ്ത്രീ അവിടെ വിവാഹ ബ്രോക്കറായാണ് അവർ ജോലി ചെയ്തിരുന്നത്. രാവിലെ 11:30 വണ്ടിക്ക് ഇവര് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിലേക്ക് വരും. അതിനുശേഷം വൈകിട്ട് 5 മണിക്കത്തെ വണ്ടിക്ക് കാരമലയിലേക്ക് പോകും. കാരണം ബസ് റൂട്ട് അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരു
മകൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ മകന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഈ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിലേക്ക് വരും. അവിടെ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ബ്രോക്കർ പരിപാടിയുണ്ട്, ഒപ്പം തന്നെ ഈ ഇതിന്റെ ലോട്ടറി കച്ചവടവുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അല്പം മദ്യപാന ശീലമുണ്ട്, പലപ്പോഴും പരസ്യമായി മദ്യപിക്കാറൊക്കെ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ അവർ അവിടെ എത്തുന്നു, അവിടുന്ന് തിരിച്ചു പോകുന്നു. എന്നാൽ ജൂലൈ 4 വൈകിട്ടത്തെ 5 മണിക്കത്തെ വണ്ടിയിൽ ഇവർ എത്തിയില്ല എന്നുള്ളതാണ്. കാരണം ഈ കിടപ്പ് രോഗിയായ മകനുള്ളത് കൊണ്ട് ഏലിയാമ്മ എവിടെ പോയാലും തിരിച്ചു വരും. ഇങ്ങനെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ, ഇത്തരമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ആദ്യം നമ്മൾ എത്തുന്നത് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിലാണ്. അവിടെ വർഷങ്ങളായി കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മുറുക്കാൻ കച്ചവടം നടത്തുന്ന മേരി എന്ന ഇവരുടെ സുഹൃത്തായ സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഈ 8 വർഷം മുമ്പുള്ള കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കി. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ബ്രോക്കർമാർ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് ഈ കൂത്താട്ടുകുളത്തെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. പിന്നീട് നഗരസഭയുടെ റെനോവേഷനും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഘം കേന്ദ്രീകരിക്കുന്ന അവിടെ അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം അവിടെ മദ്യപാനം നടന്നിരുന്നു. അത്തരത്തിൽ പല കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഈ ഇടം. അവിടെ ബ്രോക്കർമാർ രാവിലെ തന്നെ എല്ലാവരും കേന്ദ്രീകരിക്കും. ഒരുപാട് സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും എന്നാണ് നമുക്ക് ഈ 8 വർഷം മുമ്പത്തെ ഇതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നത്. നമുക്കറിയാം സെബാസ്റ്റ്യൻ പല ഇടങ്ങളെയും അപ്രോച്ച് ചെയ്തിട്ടുള്ളത് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഈ റോസമ്മയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അധ്യാപിക ഉൾപ്പെടെ അയാൾ സമീപിച്ചത് മെച്ചപ്പെട്ട സ്ഥലം വാങ്ങി നൽകാം എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഇവിടെ ഇയാളുടെ ഒരു സാന്നിധ്യം, ബ്രോക്കർ എന്നുള്ള രീതിയിൽ ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 2018 കാലയളവിൽ ഇയാൾ ഏറ്റുമാനൂരാണ് താമസിക്കുന്നത്. കോട്ടയത്തേക്ക് ഇയാളുടെ താമസം മാറിയിരുന്നു. ഏറ്റുമാനൂരിലാണ് ഇയാൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാൾ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ എത്തി. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ കുഞ്ഞിപ്പെണ്ണിനെ കാണാതായതിനെ സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു അവരെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ സെബാസ്റ്റ്യന്റെ ചിത്രം കാണിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലുള്ള ആളുകളോട്, പ്രത്യേകിച്ച് മേരി ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ വിവരം തേടി. അവർ പറഞ്ഞത് ചിത്രം കാണിച്ചപ്പോൾ ഇയാളെ കണ്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ കൂത്താട്ടുകുളം പോലീസ് അത്തരത്തിലൊരു ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ് അവർ പറയുന്നില്ല. അതായത് ഇങ്ങനെ കണ്ടു എന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മളോട് കൃത്യമായി നമ്മൾ ചിത്രം കാണിച്ച് ഇയാൾ ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന ഈ കാണാതായ ഏലിയാമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന മേരി എന്ന സ്ത്രീ ഇയാളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കാറുണ്ടായിരുന്നു, കുറേ നാളുകൾക്ക് മുമ്പാണ് കണ്ടത് എന്ന് സെബാസ്റ്റ്യന്റെ ചിത്രം കാണിച്ചപ്പോൾ വ്യക്തമാക്കി. അതിനുശേഷം പിന്നീട് നമ്മൾ പോയത് ഈ കാരമലയിലേക്കാണ്. കാരമലയിൽ വെച്ച് മകൻ ബിനുവിനെ കണ്ടു. ബിനു അമ്മയെ കാണാതായ സാഹചര്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു. ഭർത്താവില്ലായിരുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, മറ്റു കേസുകളെ പോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ആയിരുന്നു. വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരു മകൻ മാത്രമാണ്. ഒരു കുന്നിൻ മുകളിലാണ് ഈ കാരമലയിൽ ഇവരുടെ വീട് ഉള്ളത്. ഒറ്റപ്പെട്ട വീടാണ്. അവിടെ നിന്നും ബിനു നമ്മളോട് പറഞ്ഞ നിർണായക കാര്യം, വെളിയന്നൂർ ഭാഗത്തേക്ക് പോകുന്നത് വരെ അമ്മയുടെ ഫോൺ, അതായത് ഇവരുടെ വീട്ടിലേക്ക് കാരമലയിലേക്ക് വരേണ്ട ദിശയല്ല, എതിർ ദിശയിലാണ് ഈ മൊബൈൽ ടവർ പരിശോധിച്ചപ്പോൾ അതിന്റെ സഞ്ചാരം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ വെളിയന്നൂർ ഭാഗത്ത് വെച്ച് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അത് ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിലേക്കുള്ള, അല്ലെങ്കിൽ അത് പാലയിലേക്കൊക്കെ പോകുന്ന ആ ഒരു വഴിയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ് അല്ലാത്ത ഒരു റൂട്ടാണ് ഈ